കറൻസി നോട്ടിന്റെ മൂല്യം കുറയുന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രം പതിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് ബി.ജെ.പി. നേതാവും ഹരിയാന കായിക മന്ത്രിയുമായ അനിൽ വിജ്. ഖാദിക്ക് ശേഷം കറൻസി നോട്ടുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കം ചെയ്യുമെന്നും അനിൽ വിജ് പറഞ്ഞു. പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് ബി.ജെ.പി. നേതാവ് പ്രസ്താവന പിൻവലിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും വിജിന്റെ പ്രസ്താവനയെ പിന്തുണച്ചില്ല. കോൺഗ്രസും തുഷാർ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് അനിൽ വിജ് പ്രസ്താവന പിൻവലിച്ചത്. ഖാദി കമ്മീഷന്റെ കലണ്ടറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂൽ നൂൽക്കുന്ന ചിത്രം അച്ചടിച്ചതിനെ പിന്തുണച്ച് അനിൽ വിജ് പറഞ്ഞതാണ് വിവാദമായിരിക്കുന്നത്. മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ബ്രാൻഡാണ് നരേന്ദ്രമോദിയെന്നും രൂപയിൽ ഗാന്ധിയുടെ ചിത്രം വന്നത് മുതലാണ് അതിന്റെ മൂല്യം ഇടിഞ്ഞതെന്നും കാലക്രമേണ നോട്ടുകളിൽ നിന്നും ഗാന്ധി ചിത്രവും എടുത്തുമാറ്റുമെന്നും വിജു പറഞ്ഞു. പ്രസ്താവന വിവാദമായതോടെ വിജിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും പാർട്ടി വക്താവ് ശ്രീകാന്ത് ശർമ്മയും രംഗത്ത് വന്നു. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ ആത്മാവാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല വ്യക്തമാക്കി. ബ്രിട്ടീഷുകാരുടെ നയമാണ് ബി.ജെ.പി. പിന്തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർന്ന് ആരെയും അപമാനിക്കാനല്ല പ്രസ്താവന നടത്തിയതെന്നും പിൻവലിക്കുകയാണെന്നും ട്വിറ്ററിലൂടെ അനിൽ വിജ് വ്യക്തമാക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഹിറ്റ്ലറും മുസോളിനിയും ശക്തരായ ബ്രാൻഡുകളായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ബ്രാൻഡാണ് നരേന്ദ്രമോദി എന്ന ഹരിയാന കായിക മന്ത്രി അനിൽ വിജിന്റെ പ്രസ്താവനയ്ക്ക് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെയാണ് മറുപടി നൽകിയത്. കറൻസി നോട്ടുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കം ചെയ്യുമെന്ന അനിൽ വിജിന്റെ പ്രസ്താവനയും വിവാദമായതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഇത് സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ എം.ബി. രാജേഷ് എം.പി, കെ.പി.സി.സി വക്താവ് ശ്രീ പന്തളം സുധാകരൻ, ബി.ജെ.പി. വക്താവ് അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്.